ഹലോ. പത്തനംതിട്ട ജില്ലയിൽ സിതത്തോട് ഗ്രാമപഞ്ചായത്തിൽ 3-ാം നമ്പർ വാർഡിലാണ് ഗവി സ്ഥിതി ചെയ്യുന്നത്. റിസർവ് കടുവ സങ്കേതമാണ് ഗവി. ആനകൾ കൂടുതലുള്ള മേഖലയാണ്. കാട്ടുപോത്ത്, മ്ലാവ്, മാൻ എന്നിവ ഗവിയിൽ യഥേഷ്ടം കാണാവുന്നതാണ്. നിങ്ങൾക്ക് പോകുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഇവയെല്ലാം കാണാം. മാത്രമല്ല 35 കിലോമീറ്റർ മൊബൈൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലം കൂടിയാണ് ഈ വനമേഖല. കാട്ടരുവികൾ ധാരാളമുണ്ട്. പിന്നെ അട്ടശല്യവും അതുപോലെ തന്നെ ഉണ്ട്. ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഒരു ബോട്ട് യാത്രയും അവിടെയുണ്ട്. ഗവിയിൽ ഗവി ഫോറസ്റ്റ് റിസോർട്ട് ഫോറസ്റ്റുകാർ തന്നെ നടത്തുന്നുണ്ട്. അത് നേരത്തെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. പാക്കേജ് പെർ പേഴ്സൺ വഴിയാണ്. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഗവി. കാനനയാത്ര ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗവിയിലൂടെ യാത്ര ചെയ്യാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോയിൽ ഉടനീളം നല്ല പ്രകൃതിപരമായ ഫോട്ടോകളും വീഡിയോകളും ഒരു യാത്രയ്ക്ക് തുല്യമായ അനുഭവം നിങ്ങൾക്ക് നൽകുന്നതാണ്. എൻ്റെ യാത്രയിൽ കണ്ട ഒരു കാട്ടുപോത്താണ്. അവൻ മനോഹരമായിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു പേടിയും അവൻ കാണിക്കുന്നില്ല. കാരണം അവൻ സ്ഥിരമായിട്ട് വിനോദസഞ്ചാരികളെയും KSRTC ബസ്സിനെയും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവൻ വലിയ പേടിയില്ലാത്ത ഒരു കാട്ടുപോത്താണ്. സൂക്ഷ്മമായിട്ട് ഫോട്ടോ എടുക്കാൻ കൂടി അവൻ മാന്യമായ രീതിയിൽ നിന്ന് തന്നു. നമ്മൾ കുറച്ചും കൂടി അടുത്തോട്ട് ചെന്നപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ പതുക്കെ നമ്മളെ തുറിച്ചു നോക്കുകയും എന്നിട്ട് പതുക്കെ അവൻ ക്രോസ് ചെയ്ത് പോകുന്നതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. നമ്മുടെ യാത്ര അത്ര അവന് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാതെ അവൻ പതുക്കെ യാത്രയിൽ കൂടി പോയി. ഗവിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കാണുന്നത് ഡാമുകളാണ്. മൂഴിയാറാണ് ഏറ്റവും വലിയ ഡാം. അവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള കക്കി ഡാമാണ്. കക്കി ഡാം എന്ന് പറയുന്നത് വളരെ ഒരു വെള്ള റിസർവെയറാണ്. അത് കക്കി ഡാം എന്ന് പറയുന്നത് മത്സ്യബന്ധനം കൊണ്ട് ആദിവാസികൾ മത്സ്യത്തിനോടെ പിടിക്കുകയും അവർ ഉപജീവന മാർഗമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഗവി യാത്ര തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു ജീപ്പോ അല്ലെങ്കിൽ SUV പോലത്തെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാര്യം ഇത് കുണ്ടും കുഴികളും നിറഞ്ഞ റോഡാണ്. പിന്നെ അതുപോലെ തന്നെ കണ്ടീഷൻ ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ നമുക്ക് സിതത്തോട് നിന്ന് മൂഴിയാറ് വഴി, കക്കി ഡാം വഴി, ആനത്തോട്, ഗവി വഴി നമുക്ക് ഇടുക്കി ജില്ലയിലോട്ടാണ് നമ്മുടെ യാത്ര പോകുന്നത്. വണ്ടിപ്പെരിയാറിലാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത്. തിരിച്ച് നമ്മൾ പാസ് എടുത്തു കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടി തിരിച്ച് വരുവാൻ ഫോറസ്റ്റ് അനുവാദമില്ല. പാസ് എടുക്കുക. രാവിലെ 8 മണിക്ക് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നമ്മൾ സിതത്തോട് എത്തുന്നു. അവിടെ നിന്ന് ആങ്ങാമൊഴി എന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ യാത്ര, നമ്മുടെ വാഹനം ഉൾപ്പെടെ അവർ കടത്തിവിടുമ്പോൾ നമുക്ക് ഈ കാണുന്നത് ഒരു ആനക്കുട്ടിയാണ്. എന്ന് പറഞ്ഞാൽ വളരെ വലിയ ആനയല്ല. നമ്മളെ വാഹനം കണ്ട് അവൻ പേടിക്കാതെ മുന്നോട്ട് പോയെങ്കിലും ചെറിയ ആന ആയതുകൊണ്ട് തിരിഞ്ഞു നിന്നില്ല. അവൻ മുന്നോട്ട് തന്നെ നടക്കുകയാണ്. നടന്നിട്ട് നമ്മളെ വഴി തടസ്സപ്പെടുത്താതെ അവൻ അതൊക്കെ താഴോട്ട് ഇറങ്ങിപ്പോയി. വളരെ ചെറിയ ഒരു ആന ആയതുകൊണ്ടാണ്. വലിയ ആനയാണെങ്കിൽ അങ്ങനെ പോകത്തില്ല. ഇത് അവിടുത്തെ ഒരു ചെറിയ ഒരു പാലമാണ്. പിന്നെ ഈ റോഡുകളിൽ നമ്മൾ ഇരുവശവും കാണുന്നത് പുൽത്തകിടിയാണ്. ഈ പുൽത്തകിടിയിലാണ് മ്ലാവ്, മാന് തുടങ്ങിയവ ഇഷ്ടംപോലെ ഇരഹിക്കുന്ന അവർ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ജീപ്പിലെ യാത്ര നിങ്ങൾക്ക് ഏകദേശം ഗവി കൂടിയുള്ള ഒരു യാത്രയ്ക്ക് തുല്യമാണ്. ഈ 2.5 മണിക്കൂർ 35 കിലോമീറ്റർ യാത്ര. അതിനകത്ത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങി സ്ഥലങ്ങൾ കാണാം. നല്ല മനോഹരമായ കുന്നും പ്രദേശം, മലകൾ, പച്ചിപ്പ് ചേർന്നത്, പിന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അരുവി. എന്നിട്ട് അവിടെ ആൾ ഇറങ്ങി കുളിക്കും. പക്ഷേ കുളിക്കുന്ന ഡേഞ്ചറാണ്. പല കുട്ടികളും മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുളിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കുളിക്കേണ്ടത്. പിന്നെ പകൽ സമയങ്ങളിൽ വന്യമൃഗങ്ങൾ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മളെ മുന്നിൽ വരും. കാട്ടുപോത്ത് വരും. KSRTC ബസ് യാത്ര പത്തനംതിട്ട ജില്ലയിൽ നിന്നും രാവിലെ ഉണ്ട്. അത് എൻ്റെ ആദ്യത്തെ പാർട്ട്
ഗവിയിൽ ഞാൻ KSRTC ബസ്സിൻ്റെ വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് നിങ്ങൾക്ക് ഗവിയിലോട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ വരാം. വലിയ ബസ് യാത്ര വലിയ ബസ്സിൻ്റെ ഇത് പുൽത്തകടിയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മാനുകളും മ്ലാവുകളും കാണുന്നത്. ഇത് ഗവിയുടെ റിസോർട്ടാണ്. അവരുടെ റിസോർട്ട് ഇവിടെ നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് താമസിക്കാവുന്നതാണ്. ഇത് റിസർവർ കക്കിയാണ്. കക്കി ഡാമിൻ്റെ ഫോട്ടോസാണ് ഈ കാണുന്നത്. പിന്നെ യാത്ര ഉടനീളം കാടിനകത്തുകൂടിയാണ്. നമുക്ക് മൊബൈൽ റേഞ്ച് ഇല്ല. ഇടയ്ക്ക് ഓരോ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ വരും. അവരുടെ സഹായം മാത്രമേ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലുള്ളൂ. അല്ലെങ്കിൽ KSCBയുടെ മൂഴിയാറും അവർക്ക് ഡാമുകളും ഉള്ളതുകൊണ്ട് അവരുടെ ജീവനക്കാരും ഈ വഴി കൂടിയാണ് യാത്ര ചെയ്യുന്നത്. എന്തായാലും നല്ല രസകരമായ ഒരു യാത്രയാണ്. ഈ യാത്ര നിങ്ങളൊരു ഗവിക്ക് യാത്രയുടെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നുവെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഗവി നമുക്ക് ഏത് ജില്ലയിൽ നിന്ന് വന്നാലും നമുക്ക് ഗവി കണ്ട് ആസ്വദിച്ച് വണ്ടിപ്പെരിയാർ, ഇടുക്കി, പരുന്തുംപാറ കണ്ട് നമുക്ക് പുറത്തു വരാവുന്നതാണ്. ഗവിയുടെ ഈ ഒരു വാട്ടർ സോഴ്സിലാണ് ബോട്ടിങ്ങും മറ്റുമൊക്കെ നടക്കുന്നത്. അതും ഇത് KSFBയുടെ ഒരു ബംഗ്ലാവാണ്. ഇത് കക്കി ഡാമാണ് ഈ കാണുന്നത്. കക്കി ഡാം റിസർവറാണ്. ഏകദേശം നിങ്ങൾ ഗവിയുടെ പൂർണ്ണമായ ഒരു യാത്ര അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ ഈ യാത്രയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗവിയിൽ പോകുന്നെങ്കിൽ പ്ലാൻ ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ഇടുക്കി ജില്ലയും കൂടെ പരുന്തുംപാറയും വണ്ടിപ്പെരിയാർ, കുമിളി ഇത് ഒക്കെ കണ്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതാണ്. പിന്നെയുള്ളത് കാട്ടുപോത്തുകൾ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്. നല്ല രസകരമായ കാട്ടുപോത്തിനെ നമുക്ക് വനത്തിലെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റും. കാട്ടുപോത്തുകൾ അക്രമകാരിയല്ല. വാഹനത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവ റോഡിൽ നിന്നും മാറിത്തരും. ഒരു കാരണവശാലും വന്യമൃഗങ്ങളെ നമ്മൾ ഹോൺ അടിച്ച് അവരെ പ്രശ്നങ്ങളുണ്ടാകും. ഹോൺ സൗണ്ട് അവർക്ക് വന്യമൃഗങ്ങൾക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. വാഹനം ഉപയോഗിക്കുന്നവർ കഴിയുന്നത് ഹോൺ അടിക്കാതെ പോവുക. ഹോൺ അടിക്കുന്നതാണ് അവർക്ക് കൂടുതൽ വയലൻ്റ് ആവുന്നത്. അല്ലാതെ അവരെ കാണുമ്പോൾ ആനയായാലും ശരി തന്നെ നമ്മൾ വണ്ടി നിർത്തി വെയിറ്റ് ചെയ്താൽ ഒന്നീ മുന്നോട്ട് വരും. അപ്പോൾ നമ്മൾ കാർ പുറകോട്ട് എടുക്കുക.